ഇനി നമ്മൾ ത്രിപുട കലാശിക്കുന്ന 5ാം കാലത്തിലേക്ക് കടക്കുന്ന കലാശമാണെങ്കിൽ ഇപ്പോൾ ഈ ഇടകോലുകളില്ലാത്ത കൊട്ടിയ ഭാഗത്ത് ആരോഹണം അവരോഹണം വരുന്നുണ്ട്. അത് കൊട്ടുമ്പോൾ കാണിക്കും. അമർത്തി കൊട്ടിയിട്ട് 3ാമത്തെ താളവട്ടത്തിലെ 6ാമത്തെ താളവട്ടത്തിലൊക്കെയാണ് ഇടത്തെ കൈ അവസാനത്തിൽ ഊന്നി വരിക. പ്രാദേശികമായിട്ട് ഓരോരുത്തരും ഈ കലാശം എടുക്കുന്ന രീതിക്ക് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എടുക്കുന്ന കലാശം എങ്ങനെയാണെന്ന് എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. ഞാൻ ചൊല്ലുന്ന ഒരു കലാശം ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ കൊട്ടുന്ന കലാശം ഉണ്ണികൃഷ്ണൻ എടുത്തോളും. കാരണം പ്രാദേശിക മാറ്റങ്ങൾ അതിലുണ്ടാവും. അതിലേക്ക് കൂടുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അമർത്തി കൊട്ടുന്ന ഭാഗം മുതൽ കണ്ണെണ്ണ കിട്ടട്ട് 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 കെട്ട് 3ാമത്തെ താളവട്ടത്തിൽ നിന്ന് കലാശത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ഞാൻ പറയുന്നത്. 4 താളവട്ടത്തിൻ്റെ നിലയുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കലാശമാണ് പറയാം. കണ്ണെണ്ണ കിട്ടട്ട് 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 കെട്ട് കിട്ടട്ട് 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 കട്ട് കണ്ണെണ്ണ കട്ടട്ട് കിട്ടട്ട് കഥ കഥര കട്ട് കണ്ണന കട്ടും തകർത്താകൃതാം. അങ്ങനെ തന്നെയാണോ കൊട്ടാറ്? എന്നാ കലാശം ഒന്ന് കൂട്ടി കാണിക്കൂ ഒന്നിച്ച്. അഡ്ഡ കിട്ടട്ട് കിട്ടട്ട് കട്ട്. ആരോഹണ അവരോഹണ ആയിക്കോട്ടെ. കലാശം വരെ മതിയല്ലോ. ഇനി ഇതിൽ തന്നെ തീര് കൊട്ടി, ഇതിപ്പോൾ ഇങ്ങനെ കലശിച്ച് കഴിഞ്ഞാൽ 5ാം കാലം കൊട്ടിയിട്ടേ നമുക്ക് തീര് കലാശിക്കാൻ പറ്റുള്ളൂ. പാണ്ടിക്കും തീര് കൊട്ടിയിട്ടില്ല, ത്രിപുടയ്ക്കും തീര് കൊട്ടിയിട്ടില്ല. അപ്പോൾ 5ാം കാലം കൊട്ടണം. സാധാരണ നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ ത്രിപുടി ഇല്ലാണ്ട് പാണ്ടി മാത്രമായിട്ടും കഴിയാറുണ്ട്. പക്ഷേ അതൊരു ഉചിതമായിട്ടുള്ള രീതിയല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് തീര് കൊട്ടുന്ന രീതിയും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ ഈ അമർത്തി കൊട്ടിയ ഭാഗത്തു നിന്ന് കിട്ടട്ടെ കിട്ടട്ടെ കിട്ടെ കിട്ടട്ടെ 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 കിട്ടത്തക്ക തര കിട്ടത്തക്ക തര കട്ടട്ട് കിട്ടത്തക്ക തര നക്കട് കണക്ക അഡേക്കാം നക്ക അഡേക്കാം. അങ്ങനെ അങ്ങോട്ട് തീരിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അതൊന്ന് നോക്കാം. അവിടെ ഒന്ന് കുമ്പിട് ഇവരൊക്കെ ചെയ്തിട്ട് ഒരു 3 തീരെടുത്തോളൂ. ഇനി നമുക്ക് പാണ്ഡ്യയുടെ സെഷൻ്റെതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു 3 തീര് കലാശം കൊട്ടിയിട്ട് കലാശമായിട്ട് തന്നെ അവസാനിപ്പിച്ചോളൂ. അഡ്ഡ കിട്ടട്ടെ കിട്ടട്ടെ കിട്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാണ്ഡിയുടെ ക്ലാസ്സിൽ പറയാനുള്ളത്.